നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം, ആഗോള ഇന്ധന പ്രതിസന്ധി എന്നിവയിൽ ചർച്ച. ക്വാഡ് വിദേശകാര്യ മന്ത്രിതല ചർച്ചകളിലും പങ്കെടുക്കും. വൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് ക്ഷണം. രാജ്യത്ത് ഇന്ധന വിലയിൽ വീണ്ടും വർധനവ്. പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രാഥമിക ചർച്ച. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ ആലോചന. ആഭ്യന്തര വകുപ്പിൽ അഴിച്ചുപണിയുമായി മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കും. ഡൽഹിയിൽ ഹൈക്കമാൻഡിനെ കണ്ട മുഖ്യമന്ത്രി VD സതീശൻ ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയെയും കാണും. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പിണറായിയുടെ ഗൺമാൻ അനിൽകുമാറിനും പോലീസുകാരും അടക്കം 5 പ്രതികൾ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും പ്രതി. ഗുരുതര ചട്ടലംഘനമെന്ന് SIT കോടതിയിൽ. ലോക്കൽ പോലീസ് തടഞ്ഞിട്ടും മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശം. അന്വേഷണ റിപ്പോർട്ട് തിരുത്താൻ MR അജിത് കുമാർ ഇടപെട്ടെന്ന് SITക്ക് മൊഴി. കുറ്റക്കാർ രക്ഷപ്പെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. കുവൈറ്റിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വേനൽക്കാല പ്രവൃത്തി സമയത്തിൽ 1 മണിക്കൂർ കുറവ്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തീരുമാനം ഓഗസ്റ്റ് 31 വരെ തുടരും. സാധാരണ പ്രഭാത പ്രവൃത്തി സമയങ്ങളിൽ ദിവസവും 6 മണിക്കൂർ മാത്രമായിരിക്കും ജോലി സമയം. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ വിദ്യാഭ്യാസ യോഗ്യതകളും ജോലി വിവരങ്ങളും ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം. നടപടി ജീവനക്കാരുടെ പദവിയും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ വരുന്ന അധ്യയന വർഷത്തിൽ ഫീസ് വർധനവ് ഉണ്ടാകില്ല എന്ന് ദുബായ് സർക്കാർ. ഏറെ ആശ്വാസം പകരുന്ന തീരുമാനമെന്ന് മലയാളി കുടുംബങ്ങൾ. ടിനി ടോമിനെതിരെ തുറന്നടിച്ച നടി അൻസിബ ഹസൻ. അമ്മയിൽ നിന്നും രാജിവെക്കാൻ കാരണം ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരും. അമ്മ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ നിന്നില്ലെന്നും അൻസിബ. ആരോപണം നിഷേധിച്ച് ടിനി ടോം. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ശ്വേതാ മേനോൻ. നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ലോക നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രി Xൽ കുറിച്ചു. 26-ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മാർക്കോ റൂബിയോയെ സ്വീകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തിന്റെ പുരോഗതി ചർച്ച ചെയ്തതായും പ്രധാനമന്ത്രി Xൽ കുറിച്ചു. ആഗോള സമാധാനവും സുരക്ഷയും സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ലോക നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ കൊൽക്കത്തയിലെത്തിയ മാർക്കോ റൂബിയോ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസും ചിൽഡ്രൻസ് ഹോമും സന്ദർശിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, ഊർജം, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചയുണ്ടാകും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷവും ചർച്ചയാകും. ഇന്ത്യക്ക് ആവശ്യമായ ഇന്ധനം നൽകാൻ അമേരിക്ക തയ്യാറാണെന്നും നിലവിൽ US റെക്കോർഡ് തോതിൽ ഉൽപാദനവും കയറ്റുമതിയും നടത്തുന്നുണ്ടെന്ന് സന്ദർശനത്തിന് മുമ്പ് മാർക്കോ റൂബിയോ പ്രതികരിച്ചിരുന്നു. സന്ദർശനത്തിന്റെ അവസാന ദിവസമായ മെയ് 26-ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും US സ്റ്റേറ്റ് സെക്രട്ടറി പങ്കെടുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ത്യയിൽ മതിയായ അളവിൽ ഇന്ധനമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും വർധന. 10 ദിവസത്തിനിടെ ഇത് 3-ാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. 4 രൂപ 81 പൈസയാണ് കൂടിയത്. ഈ മാസം 15-ന് 3 രൂപയും 19-ന് 90 പൈസയും വർദ്ധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപയാണ്. കൊച്ചിയിൽ പെട്രോളിന് 110 രൂപ 60 പൈസയും ഡീസൽ വില 99 രൂപ 54 പൈസയുമാണ്.
ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം മൂലമുണ്ടായ പ്രതിസന്ധിയും പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങളുമാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണം. ഇതോടെ എണ്ണ കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ പോലീസ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ പദ്ധതി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ ചുമതലയിൽ നിന്നും CIമാരെ മാറ്റുന്നതിൽ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അനുസരിച്ച് മാറ്റം വരുത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിലും സേനയിലും സമൂല മാറ്റം നടപ്പാക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. സ്റ്റേഷൻ ചുമതലയിൽ നിന്നും CIമാരെ മാറ്റി SIമാർക്ക് നൽകിയ തീരുമാനം പരാജയമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിലും സൈബർ ക്രൈമിലും ശക്തമായ നടപടി സ്വീകരിക്കും. പോലീസ് സ്റ്റേഷനുകളെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കുമെന്നും പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിലെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയതായും മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. രാവിലെ നടന്ന യോഗത്തിൽ SP-മാർക്ക് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സർക്കാരിന്റെ പോലീസ് നയം മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ ബാറുകളുടെ എണ്ണവും പ്രവർത്തന സമയവും കുറയ്ക്കുമോ എന്നതിൽ ആകാംക്ഷ. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാനും ആലോചന. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച നടത്തും. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയവരായിരുന്നു UDF. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച മദ്യനയത്തിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും UDF പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. മദ്യവർജനമെന്ന പ്രചാരണവും ഉയർത്തി ഭരണത്തിലേറിയ ഇടതു സർക്കാർ ഭരണം അവസാനിപ്പിച്ചപ്പോൾ സംസ്ഥാനത്ത് മദ്യമൊഴുക്കിയെന്നാണ് UDFന്റെ ആരോപണവും വിമർശനവും. അതുകൊണ്ടുതന്നെ UDF അധികാരത്തിൽ വന്നാൽ മദ്യനയത്തിൽ തന്നെയാകും ആദ്യം കൈവയ്ക്കുകയെന്ന സൂചനകളുണ്ടായിരുന്നു. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തും. ബാറുകളുടെ എണ്ണം കുറയ്ക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച തീരുമാനം പാർട്ടിയിലും സർക്കാരിലും ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ബാറുകളുടെ പ്രവർത്തന സമയം ചുരുക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. നിലവിൽ പകൽ 11 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവർത്തന സമയം. പാലക്കാട്ടെ എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്ക് ഇടതു സർക്കാർ അനുമതി നൽകിയത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ തീരുമാനമായിരുന്നു. CPI പോലും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായാണ് രംഗത്ത് വന്നത്. അതുകൊണ്ടുതന്നെ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചേക്കും.
തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, കെ.സി. വേണുഗോപാൽ, സോണിയാഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC പുനഃസംഘടനയും ചർച്ചയായി. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി ഡി സതീശൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആദ്യം കെ.സി. വേണുഗോപാലിന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയ ശേഷമാണ് വി ഡി സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുന്നത്. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC പുനഃസംഘടന ഉൾപ്പെടെ സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്തു. തുടർന്ന് 10 ജൻപദിലെ വസതിയിലെത്തി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ പിന്തുണയ്ക്കും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനും അദ്ദേഹം ഹൈക്കമാൻഡിന് നന്ദി അറിയിച്ചു. MP-മാരായി കൊടിക്കുന്നിൽ സുരേഷ്, ഹൈബി ഈഡൻ തുടങ്ങിയവർ കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വി ഡി സതീശൻ വീണ്ടും ഡൽഹിയിലെത്തും. അതേസമയം മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി ഡി സതീശന് കേരള ഹൌസിൽ മലയാളി വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ജീവനക്കാരും ചേർന്ന് വൻ സ്വീകരണം നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നവകേരള യാത്രയ്ക്കിടയിൽ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ADGP MR അജിത് കുമാർ എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കേസ് ഡയറി തിരുത്താൻ നിർദ്ദേശം നൽകിയതായും കണ്ടെത്തലുണ്ട്. കേസിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. കേസ് ആദ്യം അന്വേഷിച്ച ആലപ്പുഴ DYSP സുനിൽ രാജിനെ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ 3 തവണ രഹസ്യമായി വിളിച്ചു വരുത്തിയാണ് കേസ് ഡയറി തിരുത്താനുൾപ്പെടെ നിർദ്ദേശം നൽകിയത്. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണ് എന്ന റിപ്പോർട്ടാണ് തിരുത്തിയത്. മർദ്ദന ദൃശ്യങ്ങൾ പോലീസ് കണ്ടിട്ടില്ല എന്ന കള്ളവാദവും ഔദ്യോഗിക റിപ്പോർട്ടിൽ തിരികെ കയറ്റി. ഇതിന്റെ തെളിവുകൾ സഹിതമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറുക. വിഷയത്തിൽ റിപ്പോർട്ട് കിട്ടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റക്കാർ ആരായാലും രക്ഷപ്പെടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഗൂഢാലോചനയ്ക്ക് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ചേർക്കണമെന്നും AD തോമസ് MLA ആവശ്യപ്പെട്ടു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. മർദ്ദന സ്ഥലത്തെ CCTV ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്ന് അജയ് ജുവൽ ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമമുണ്ടായി. കേസ് അട്ടിമറിച്ചവരെ കണ്ടെത്തണം. മർദ്ദിച്ചത് 2 പേരല്ല 5 പേരാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ഇവർ ഈ വിഷയത്തിൽ ഒരു തിരുത്ത് നടത്തി അല്ലെങ്കിൽ ഇവർ സുതാര്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നതിന്റെ കാരണം മുകളിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം പ്രതികൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. 26-ന് കേസ് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. താരസംഘടനയായ അമ്മയിലെ തർക്കം മറന്നീക്കി പുറത്തേക്ക്. സംഘടനയിൽ നിന്നുള്ള തന്റെ രാജിക്ക് പിന്നിൽ ടിനി ടോം ആണെന്ന് ആരോപിച്ച നടി അൻസിബ ഹസൻ രംഗത്തെത്തി. താൻ ജിഹാദിയാണെന്ന് ടിനി ടോം ആരോപിച്ചുവെന്നും അൻസിബ ആരോപിക്കുന്നു. അതേസമയം ആരോപണം ടിനി ടോം തള്ളി. അൻസിബ സഹോദരിയെ പോലെയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ടിനി ടോമും താരസംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും പ്രതികരിച്ചു. എന്നാൽ ടിനി ടോം പറഞ്ഞതിന് സാക്ഷികളുണ്ടെന്ന് അൻസിബ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വം അൻസിബ ഹസൻ രാജിവെച്ചത്. സംഘടന രാജി സ്വീകരിച്ചത് ഈ മാസം 12-ന്. അതും കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് അവിഹിത കഥകൾ പ്രചരിപ്പിച്ചു എനിക്കെതിരെ. പിന്നെ ഞാൻ ജിഹാദിയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചു. ആരോപണം ടിനി ടോം തള്ളി. അൻസിബ സഹോദരിയെ പോലെയാണെന്നും അത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് ടിനി ടോമിന്റെ പ്രതികരണം. ഈ പറയുന്ന ആള് എന്റെ സഹോദരിയെ പോലെ എന്റെ സ്നേഹം. ഇപ്പൊ മാത്രമല്ല, ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ്. ഇപ്പൊ മാത്രം ഇങ്ങനെ ഒരു ആരോപണം വന്നാണ്. ടാർഗറ്റഡ് ആണ്, അതേ ഉള്ളൂ. ഇതും പറഞ്ഞാലും ഒരു പരദൂഷണം. ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ടെന്ന്. അതിന് പ്രൂഫ് വേണമെന്ന്, അങ്ങനെ മാറാൻ അതിനുള്ള തെളിവ് വേണം. ഞാൻ എൻ്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ എന്താ വിചാരിക്കട്ടെ? എൻ്റെ കൂട്ടുകാരെ മുഴുവൻ അതാണ്. എന്നെ മമ്മൂക്കയാണ് സിനിമ കൊണ്ടുവന്നത്, ആദർശിക്കാണ് ഇതിൽ കൊണ്ടുവന്നത്. ഞാൻ മിമിക്രിക്കാരനാണ്.
അവിടെ ജാതിയും മതമൊന്നുമില്ല. ടിനി ടോമിന് പിന്തുണയുമായി നടി പ്രിയങ്കയും രംഗത്തെത്തി. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരാൾ പറയുന്നത് മാത്രം നമ്മൾ കേട്ടാൽ മതിയോ? ഞങ്ങൾക്ക് ഇവിടെയുള്ളതും കേൾക്കണ്ടേ? ഇവിടെ നിന്ന് ടിനി അന്വേഷിച്ച് കേൾക്കട്ടെ. അവർ അവിടെ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് എല്ലാം തെളിവ് വരട്ടെ. വന്നതിന് ശേഷം പോകാൻ പറ്റുള്ളൂ. ആരോപണം വിവാദമായതോടെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ തന്നെ രംഗത്ത് വന്നു. രാജിവെക്കുന്ന സമയത്ത് നൽകിയ കത്തിൽ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി അറ്റ് ഓൾ. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. പിന്നെ ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അൻസിബയുടെ പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയായിരിക്കും പരിശോധിക്കുക. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും ശ്വേതാ മേനോൻ ആരോപിച്ചു. അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോൾ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? അൻസിബേനെ നമ്മൾ കേൾക്കും ഓട്ടോമാറ്റിക്കലി. ദാറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മുടെ മെമ്പർ അല്ലേ. വി വിൽ റെസ്പെക്ട് ഹർ, വി വിൽ ലിസൺ ടു ഹർ. അതേസമയം തനിക്കെതിരെ ടിനി ടോം മോശം പദപ്രയോഗം നടത്തിയതിന് സാക്ഷികളുണ്ടെന്ന് അൻസിബ അമൃത വാർത്തകളോട് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ല. അൻസിബയെ സഹോദരിയെ പോലെ കാണുന്നതാണ് ടിനി ടോം പറയുന്നത്. ഇത് കേട്ട ആളുകളാണ് കൃത്യമായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. 1-2 വട്ടം അല്ല പറഞ്ഞത്. ഏതായാലും ഇത്തരം ഏറ്റുമുട്ടലുകൾ പതിവാണെന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം വേഗത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വേനൽക്കാല പ്രവൃത്തി സമയത്തിൽ 1 മണിക്കൂർ കുറവ്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ സംവിധാനം ഓഗസ്റ്റ് 31 വരെ തുടരും. സാധാരണ പ്രഭാത പ്രവൃത്തി സമയങ്ങളിൽ ദിവസവും 6 മണിക്കൂർ മാത്രമായിരിക്കും ജോലി സമയം. ഫ്ലെക്സിബിൾ ജോലി സമയം നടപ്പിലാക്കുവാനുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ ജോലിക്ക് ഹാജരായാൽ മതിയാകും. ഈ സമയപരിധിക്കുള്ളിൽ ഏതു സമയത്തും ജോലിയിൽ പ്രവേശിക്കാമെങ്കിലും എത്തിയ സമയത്തെ അടിസ്ഥാനമാക്കി 6 മണിക്കൂർ ജോലി പൂർത്തിയാക്കിയ ശേഷമേ ഇവർക്ക് മടങ്ങാൻ കഴിയൂ. അതേസമയം നിലവിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ ഇളവ് ബാധകമല്ല. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ജോലി വിവരങ്ങളും ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം. MOHESS എന്ന ആപ്പ് വഴിയാണ് വിവരങ്ങൾ പുതുക്കേണ്ടത്. ജീവനക്കാരുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുവാനും വിദ്യാഭ്യാസ യോഗ്യതകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് അത് പ്രകാരമുള്ള പദവിയും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹൽ ആപ്ലിക്കേഷൻ വഴി ജീവനക്കാർക്ക് ഇതിനകം നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ജീവനക്കാർ തങ്ങളുടെ സർവകലാശാല സർട്ടിഫിക്കറ്റുകളും ആവശ്യമെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ അപ്ലോഡ് ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ആപ്ലിക്കേഷനിൽ വിവരങ്ങൾ പുതുക്കുമ്പോൾ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ITSM സിസ്റ്റം ലിങ്ക് വഴി സാങ്കേതിക സഹായ വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. UAE ഭാവി സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമെന്ന പ്രമേയത്തിൽ ഇക്കണോമി മിഡിൽ ഈസ്റ്റ് സമ്മിറ്റ് 2026 മൂന്നാം പതിപ്പിന് അബുദാബിയിൽ തുടക്കമായി. അബുദാബി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സഹായത്തോടെ നടക്കുന്ന ഉച്ചകോടിയിൽ മന്ത്രിമാർ, സാമ്പത്തിക നയതന്ത്ര വിദഗ്ധർ, സർക്കാർ ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ ഔദ്യോഗിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിഷ്പക്ഷവും നവീകരണവും നാളെയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാണെന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും UAEയുടെ സാമ്പത്തിക പ്രതിരോധ ശേഷിയും UAE വിഷൻ 2031 ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മാർഗങ്ങളും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായി. അതിവേഗം മാറുന്ന ലോകത്ത് സാമ്പത്തിക ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും തെറ്റായ വിവരങ്ങൾക്കെതിരെ പോരാടുന്നതിനും മാധ്യമങ്ങളുടെ പങ്കും ഉച്ചകോടിയിൽ ചർച്ചയായി. രാജ്യങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും ബന്ധിപ്പിക്കുന്നതിലും സാമ്പത്തിക ധനകാര്യ സംസ്കാര വികസനത്തിലും മാധ്യമങ്ങൾ നിർണായകമാണെന്നും സമ്മേളനത്തിൽ അവർ അഭിപ്രായപ്പെട്ടു. ഈദ് അൽ അദ്ഹ ആഘോഷങ്ങളെ മുന്നിൽ കണ്ട് ഷാർജയിൽ പ്രത്യേക പരിശോധനാ സംഘങ്ങളെ നിയോഗിച്ചതായി ഷാർജ മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങൾക്കും നഗര സൗന്ദര്യത്തിനും ഭീഷണിയായേക്കാവുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാർജ മുനിസിപ്പാലിറ്റിയിലെ സിറ്റി അപ്പിയറൻസ് മോണിറ്ററിംഗ് വിഭാഗം ഡയറക്ടർ ജമാൽ അൽ മസ്മി അറിയിച്ചു. ഈദ് അവധിക്കാലത്ത് ജനത്തിരക്ക് വർദ്ധിക്കുന്ന കടൽ തീരങ്ങൾ, പാർക്കുകൾ, പൊതു വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ
ഇൻസ്പെക്ടർമാരെ നിയോഗിച്ച് ശുചിത്വവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് 993 എന്ന ഹോട്ട് ലൈനിലൂടെ ഷാർജ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ വരുന്ന അധ്യയന വർഷത്തിൽ ഫീസ് വർധനവുണ്ടാകില്ല എന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കി. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള പ്രമുഖ രംഗങ്ങൾക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ട് ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപിച്ച 150 കോടി ദിർഹത്തിൻ്റെ രണ്ടാം സാമ്പത്തിക പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ദുബായിലെ മലയാളി കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് ഈ തീരുമാനം. കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിരത നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് ഫീസ് വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. ഇതോടെ അടുത്ത കാലത്തായി പ്രഖ്യാപിച്ച ആകെ സാമ്പത്തിക സഹായം 150 കോടി ദിർഹമായി ഉയർന്നു. ഇത് സാമ്പത്തിക രംഗത്തിന് ഉണർവേകുന്നതിനൊപ്പം വിവിധ മേഖലകളിലെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഫൈസൽ മക്കരപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. അയൂബ് ഖാൻ പന്തളം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാസർ കൊഴുത്തോടി മുഖ്യപ്രഭാഷണം നടത്തി. അംഗങ്ങൾ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. CTP ഇസ്മായിൽ, UM ഹുസൈൻ മലപ്പുറം, അനസ് നെടുവഞ്ചേരി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഒമാനൂർ, ഷൗക്കത്ത് പുഴക്കാട്ടിരി എന്നിവർ നേതൃത്വം നൽകി. വിഷൻ 2030യുടെ ഭാഗമായി പിൽഗ്രിംസ് സർവീസ് പ്രോഗ്രാമിലെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സംരംഭങ്ങളിലൊന്നായ മക്ക റൂട്ട് പദ്ധതി ഇത്തവണ 10 രാജ്യങ്ങളിൽ നിന്നുള്ള 3,88,000 ഹാജിമാർക്ക് പ്രയോജനപ്പെട്ടതായി റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിലേക്കുള്ള മുഴുവൻ പ്രവേശന നടപടിക്രമങ്ങളും സ്വദേശങ്ങളിലെ എയർപോർട്ടുകളിൽ വെച്ച് സൗദി ജവാസത് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കുന്ന മക്ക റൂട്ട് പദ്ധതി ഇത്തവണ മൊറോക്കോ, ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി, കോട്ട് ഡി ഐവറി, മാലിദ്വീപ്, സെനഗൽ, ബ്രൂണെ എന്നീ 10 രാജ്യങ്ങളിലെ 17 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലാണ് നടപ്പാക്കിയത്. ഈ സംരംഭത്തിൻ്റെ എല്ലാ ഗുണഭോക്താക്കളും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. ഏഷ്യൻ വംശജരായ 4 ഹജ്ജ് തട്ടിപ്പ് സംഘത്തെ മക്കയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഉൾപ്പെട്ട സംഘം ഹജ്ജ് നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി നൽകുമെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയ വഴി വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനായി ഉപയോഗിച്ച വ്യാജ കാർഡുകൾ, രേഖകൾ, ഉപകരണങ്ങൾ എന്നിവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുവൈറ്റിൽ പ്രവാസികളായ 2 സഹോദരിമാരുടെ നാടുകടത്തൽ ഉത്തരവ് റദ്ദാക്കുന്നതിനായി വ്യാജരേഖ തയ്യാറാക്കിയ കേസിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ നാടുകടത്തൽ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന് 4 വർഷം തടവ്. നാടുകടത്തൽ റദ്ദാക്കുന്നതിനായി ഇവരിൽ നിന്നും ഇയാൾ പണം വാങ്ങുകയും ഇതിനായി ക്രിമിനൽ എക്സിക്യൂഷൻ ഡയറക്ടറുടെ പേരിൽ വ്യാജമായി ദയാഹർജി നിർമ്മിച്ച് ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. വ്യാജരേഖ ഉപയോഗിച്ച് ബന്ധപ്പെട്ട അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ ഔദ്യോഗിക രേഖ കെട്ടിച്ചമയ്ക്കൽ, വ്യാജരേഖ ഉപയോഗിക്കൽ, അനധികൃതമായി സാമ്പത്തിക നേട്ടം കൈവരിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പബ്ലിക് പ്രോസിക്യൂഷൻ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തി 4 വർഷം കഠിന തടവിന് ശിക്ഷിച്ചത്. ബലിപ്പെരുന്നാൾ അവധി പ്രമാണിച്ച് വിപുലമായ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി അബുദാബി പോലീസ് അറിയിച്ചു. ഈദ്ഗാഹുകൾ, പള്ളികൾ, പൊതുപാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെയും പെട്രോളിംഗ് വാഹനങ്ങളെയും വിന്യസിക്കും. അവധി ദിവസങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി പോലീസിൻ്റെ സെൻട്രൽ ഓപ്പറേഷൻസ് റൂം 24 മണിക്കൂറും സജീവമായി പ്രവർത്തിക്കും. അമിതവേഗം, വാഹനാഭ്യാസം തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പടക്കങ്ങൾ ഉപയോഗിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ രക്ഷിതാക്കൾ കുട്ടികളെ സദാസമയം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഷാർജയിൽ മലയാളി യുവതിയെയും 5 വയസ്സുകാരിയായ മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ അഴീക്കോട് പുതിയകാവ് ആർഷിത ഭവനത്തിൽ ആഷയും ഏകമകൾ റൂഹിയുമാണ് മരിച്ചത്. ആഷയ്ക്ക് 35 വയസ്സായിരുന്നു. ഏതാനും വർഷമായി ഭർത്താവ് നിഹാലിനൊപ്പം ഷാർജയിൽ അൽ നഹ്ദയിൽ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. മരണകാരണം വ്യക്തമല്ല. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തി വരികയായിരുന്നു ആഷ. നിഖിലിൻ്റെ പിതാവും സഹോദരനുമെല്ലാം UAE തന്നെയാണ് താമസം. UAE മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും നിയമങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി UAE നാഷണൽ മീഡിയ ഓഫീസ് പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, മാധ്യമരംഗത്തെ പ്രവർത്തകർ, കോളേജുകളിലെ മാധ്യമ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 150-ലധികം പേർ
പങ്കെടുത്ത ശില്പശാലയിൽ രാജ്യത്തിൻ്റെ മികച്ച പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. അൽ വഫ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാഗ്ദാദിയ ശാഖയുടെ 100ാം ദിനത്തോടനുബന്ധിച്ച് EWAയുമായി ചേർന്ന് വഫ ഓഡിറ്റോറിയത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി കയ്യെഴുത്ത് മത്സരവും കുട്ടികൾക്കായി കളറിംഗ് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ പ്രഗത്ഭരായ ഗായകരുടെ സംഗീത വിരുന്നും കുട്ടികളുടെ നൃത്തങ്ങളും അരങ്ങേറി. EWA ചീഫ് കോർഡിനേറ്റർ സോഫിയ സുനിലിൻ്റെ നേതൃത്വത്തിൽ ജ്യോതി ബാബുകുമാർ, ഷെറീന റഷീദ്, സബീന റാഫി തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഹൈപ്പർ അൽവഫയുടെ പ്രതിനിധികളായ മാർക്കറ്റിംഗ് മാനേജർ ഹർഷദ്, സ്റ്റോർ മാനേജർ അഫ്സൽ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. യമുന വേണു, സലീന മുസാഫിർ, ആമിന ബിജു എന്നിവരാണ് മത്സരങ്ങൾക്ക് വിധി നിർണയിച്ചത്. പരിപാടിയിൽ സൗദി സാമൂഹ്യ പ്രവർത്തക സമീറ അസീസ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ വിഷു ബമ്പർ നറുക്കെടുത്തു. VB135452 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 12 കോടി രൂപയുടെ ബമ്പർ സമ്മാനം. D അനിൽ എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റത്. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VB135452. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ പകൽ 2-നാണ് നറുക്കെടുപ്പ് നടന്നത്. VA 616453, VB327020, VC 348224, VD 252972, VE 649598, VG 367998 എന്നീ നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനമുള്ളത്. 1 കോടി വീതം 6 സീരീസുകൾക്കാണ് രണ്ടാം സമ്മാനം ലഭിക്കുക. ടിക്കറ്റ് വിൽപ്പനയിലും ഇത്തവണ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും ഇത്തവണ ഏജന്റുമാർ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം 42,87,350 വിഷു ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റത്. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പന നടന്നത്. ബമ്പർ പതിവായി അടിക്കുന്ന പാലക്കാട് തന്നെയാണ് കൂടുതൽ വിൽപ്പന. 11,58,480 ടിക്കറ്റുകൾ പാലക്കാട് മാത്രം വിറ്റു. തൃശൂരിൽ 5,10,820 ടിക്കറ്റും തിരുവനന്തപുരത്ത് 4,21,380 ടിക്കറ്റുകളും വിറ്റു. 300 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്റെ വില. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.